പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ സഭ വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് പറയുന്നതായ പേര് മുഷറിയോ ഞായർ എന്നാണ്. തളർവാദ രോഗിയെ അല്ലെങ്കിൽ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയ അത്ഭുതമാണ് ഇന്നത്തെ ചിന്താവിഷയമായിട്ട് സഭാപിതാക്കന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ളതായ വേദഭാഗങ്ങൾ ആണ് ഇന്ന് വിശുദ്ധ എവങ്കേലിയൻ ഭാഗമായിട്ട് നമ്മൾ വായിക്കുന്നത്. കഫർനൂമിലെ പത്രോസിൻ്റെ ഭവനത്തിലാണ് ഈ അത്ഭുതം നടന്നതെന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ വേദഭാഗത്തിലുള്ള 2 ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സഭാജീവിത മാതൃകയുടെ വലിയ പാഠമാണ് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തളർവാദ രോഗിയെ കൊണ്ടുവരുന്ന 4 പേർ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. യേശുതമ്പുരാൻ്റെ സമീപത്തേക്ക് കടന്നു വരുന്നതായ രോഗികളെയും അവശതയെയും മറ്റു തരത്തിലുള്ളതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏവരെയും യേശുതമ്പുരാൻ തൻ്റെ സ്പർശനത്താൽ സൗഖ്യമാക്കുന്ന ചിത്രങ്ങളാണ് ഈ വലിയ നോമ്പിൻ്റെ ആഴ്ചകളിൽ കൂടെ നമ്മൾ ധ്യാനിച്ചു പോകുന്നത്. അപ്രകാരം യേശുതമ്പുരാൻ കഫർനൂമിലെ ഒരു ഭവനത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അനേകം ആളുകൾ യേശുതമ്പുരാനിൽ നിന്നും സൗഖ്യം നേടുവാനായിട്ട് അവിടെ കടന്നു വന്നു. വളരെ ജനം തിങ്ങി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധ്യമല്ലാതെ വന്നപ്പോഴാണ് ഈ 4 പേർ കൂടി ആ യേശുതമ്പുരാൻ ഇരിക്കുന്ന ഭവനത്തിൻ്റെ മേൽത്തട്ട് മാറ്റി അതിൽ കൂടെ കട്ടിൽ കൂടെ യേശുതമ്പുരാൻ്റെ സമീപത്തേക്ക് ഈ രോഗിയെ എത്തിക്കുന്നത്. ഈ 4 പേരുടെ വിശ്വാസം കണ്ട് യേശുതമ്പുരാൻ അവനോട് നിൻ്റെ കിടക്കയെടുത്ത് നീ പൊയ്ക്കൊള്ളുക എന്ന വചനം അത് സൗഖ്യദായകമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു സഭാജീവിത മാതൃകയാണ് ഈ 4 പേർ നമുക്ക് കാണിച്ചു തരുന്നത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് സഭ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ളതായ വേദഭാഗങ്ങളിലെ നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5 ഇപ്രകാരം പറയുന്നുണ്ട്, നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഒരു സഭാഗാത്രത്തിനുണ്ടാകുന്ന ഒരു തളർച്ച ആ കൂട്ടത്തിലുള്ളതായ ആ ഇടവകയിലുള്ളതായ ആ സഭയിലുള്ള എല്ലാവരെയും അത് തളർത്തിക്കളയുമ്പോൾ അങ്ങനെ ശരീരം പലതരത്തിലുള്ളതായ അവയവങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഒരു അവയവം മറ്റവയവത്തെ സഹായിക്കുക എന്നുള്ളത് ഒരു ചുമതലയും കർത്തവ്യവുമാണ്. തളർന്ന് കിടക്കുന്നതായ ഈ രോഗിയെ ആരും യേശുവിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവന് ആശ്വാസം നൽകുവാനായിട്ട് മറ്റൊരു വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ള സമയത്താണ് ഈ 4 പേർ ചേർന്ന് യേശുതമ്പുരാൻ്റെ അടുത്തേക്ക് ഈ രോഗിയെ അവർ കൊണ്ടുവരുന്നത്. ഇത് ഞാനും നിങ്ങളും ഈ നോമ്പിൽ ചെയ്യേണ്ടതായ വലിയ ഒരു കർത്തവ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഭാ ജീവിതത്തിൻ്റെ വലിയ മാതൃകയാണ് ഈ 4 പേർ നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ സമീപത്ത്, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ പള്ളികളിൽ ഇതുപോലെ ദുഃഖവും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയും കർത്തവ്യവുമാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുകയും ഈ സഭാജീവിതം ഒരു മാതൃകയാക്കുവാൻ തക്കവണ്ണം ഇതാണൊരു സഭാജീവിതത്തിൻ്റെ മാതൃക ഈ നോമ്പിൽ വർദ്ധിതമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സഭാജീവിതം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതമല്ല,
അതിനേക്കാൾ അപ്പുറം സഭയിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം സുഖത്തിലും ദുഃഖത്തിലും കരുതുവാൻ ഉള്ളതായ താല്പര്യം ഈ നോമ്പിൽ നമുക്ക് വർദ്ധിതമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഈ നോമ്പിൽ കൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇത് തന്നെയാണ് പരസ്പര സഹായകരമായിട്ട് വർദ്ധിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമെങ്കിൽ ഈ നോമ്പ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സഭാജീവിത മാതൃകയെ ഈ നോമ്പിൽ നടപ്പിലാക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ശാന്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതായ സന്ദർഭത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ദുഃഖം അനുഭവിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരും വിഷമത അനുഭവിക്കുന്നവരുമായ ഒത്തിരി ആളുകളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇവർക്ക് നമ്മുടെ കൈകളെ ഒന്ന് നീട്ടിക്കൊടുക്കുവാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ളതായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുവാൻ, അത് വ്യക്തിപരമായിട്ടും സഭാപരമായിട്ടും നമ്മുടെ ഇടവകപരമായിട്ടും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഈ നോമ്പിൽ ഈ സഭാജീവിത മാതൃകയെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിതമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വിശ്വാസത്തെ പ്രവൃത്തിയിൽ പൂർണ്ണമാക്കുവാനായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കാണണം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കൂടെ പ്രവൃത്തിയെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശ്വാസത്തിൻ്റെ വലിയ മാതൃകയായിരുന്ന ഈ 4 പേർ ആ വിശ്വാസം അവരുടെ പ്രവൃത്തിയിൽ കടന്നു വന്നപ്പോഴാണ് ഈ തളർന്നിരിക്കുന്ന രോഗിയെ യേശു തമ്പുരാൻ്റെ അടുത്തേക്ക് എത്തിക്കുവാനുള്ളതായ ഒരു സന്മനസ്സ് അവർ കാണിക്കുന്നത്. നമ്മുടെ ജീവിതം എപ്രകാരമാണ് വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മൾ ചിന്തിക്കുകയും ആ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. യേശു തമ്പുരാനെ ഇവർ കേട്ടിട്ടുണ്ടായിരിക്കാം, ഈ 4 പേർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നിരിക്കാം. ഈ അനുഭവമാണ് അവരെ പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ നമ്മൾ യേശു തമ്പുരാനെ കേൾക്കുകയും കാണുകയും ആ ചെയ്തിരിക്കുന്നതായ സംഭവങ്ങൾ നമ്മുടെ പ്രവൃത്തിപഥത്തിൽ വരുമ്പോഴാണ് സഭാമക്കളായ ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിൻ്റെ ഏക ശരീരം എന്ന നിലയിൽ ഈ സഭാഗാത്രത്തിൽപ്പെട്ട വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ നോമ്പിൻ്റെ കാലയളവ് അത് നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരസ്ത്യ പിതാക്കന്മാർ പലപ്പോഴും പറയുന്നത് പോലെ ആരാധനയ്ക്ക് ശേഷം ആരാധന എന്നുള്ളതായ ഒരു സങ്കല്പം, ആരാധനയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായ ദൈവികമായ കൃപകളും ശക്തികളും അത് കുടുംബത്തിലും അതുപോലെ തന്നെ ഇടവകയിലും സഭയിലും സമൂഹത്തിലും ചെയ്യുമ്പോഴാണ് ആ ആരാധനയുടെ പൂർണ്ണതമായ തലത്തിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസം അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ പറ്റുന്ന ഒരു കാലയളവാണ് ഈ നോമ്പിൻ്റെ കാലയളവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 ചിന്തകളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. ഈ 2 ചിന്തകളിൽ കൂടെ നമ്മുടെ ജീവിതത്തെ ഈ നോമ്പിൻ്റെ കാലയളവിൽ കൂടുതൽ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ നോമ്പിൻ്റെ കാലയളവ് നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ന് ഞങ്ങൾ കേൾക്കപ്പെട്ടതായ ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭാജീവിത മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിതമാക്കുവാൻ തക്കവണ്ണം നിൻ്റെ കരുണയാൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
സഭാജീവിതത്തിൻ്റെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലില്ല എങ്കിൽ ആ ജീവിതത്തിൻ്റെ മാതൃകയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ അവിടുന്ന് ശക്തിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ഞങ്ങളെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇന്നത്തെ ധ്യാനം മൂലം ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ. ഞങ്ങളോട് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിട്ടുള്ള ഏവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളും ദുഃഖത്തിലും ക്ലേശത്തിലും ഇരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൈവികമായ തൃക്കൈ നിൻ്റെ മക്കളുടെ മേൽ നീ അവിടുന്ന് ആവസിപ്പിച്ച് ആവശ്യമായ രോഗസൗഖ്യത്തെ ഒന്ന് പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളെ സഭയെയും സഭയിലെ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും ദേറാഗണത്തിൽ ഉൾപ്പെട്ടവരെയും സഭാമക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ നിൻ്റെ മക്കളുടെ മേലെ അവിടുന്ന് ചൊരിയണമേ. പ്രത്യേകാൽ ഈ നോമ്പിൻ്റെ കാലയളവിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധമാക്കപ്പെട്ട് രക്ഷാകരമായ പെസഹായിലേക്കും പ്രത്യാശയുടെ ഉയർപ്പിലേക്കും കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ കാലയളവ് ഞങ്ങൾക്ക് പര്യാപ്തമായിട്ട് തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയാമമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.